സ്വാർത്ഥേക്ക് അപ്പുറത്തെയാ. രക്ഷപ്പെടാൻ വേണ്ടി പറയാം. ഇപ്പൊ എല്ലാരും സാർത്ഥകന്നേ പറയുള്ളൂ. അതെ, അർത്ഥത്തോട് കൂടിയത് സാർത്ഥം. സാർത്ഥം തന്നെയാണ് സാർത്ഥം. പക്ഷെ ലോകരെല്ലാരും വ്യവഹാരം സാർത്ഥകം തന്നെയാണ്. ആയിക്കോട്ടെ, ലോക വ്യവഹാരത്തെ അംഗീകരിക്കുന്നു. ലോക വ്യവഹാരം കൊണ്ട് അത് ശരിയാണ് സമ്മതിക്കുന്നു. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ പാണിനിയുടെ നിർദ്ദേശപ്രകാരം സാർത്ഥം അല്ല, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഈ വിശേഷണം അന്വർത്ഥമാണ്. അതെ, ഇത്തരം വിശേഷണങ്ങൾ. പക്ഷെ ഇവിടെ ഇദ്ദേഹം മഹാനടനാണ്. മഹാനടൻ എന്ന നിലയിൽ ഈ വിശേഷണം, ഈ സംഹാര സ്വഭാവം അവിടെയും വേണോ? അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മുടെ നാട്ടാശാന്മാരും നാട്ടുകൃത്യന്മാരൊക്കെ എഴുതുന്ന ശ്ലോകങ്ങളാണ്. ഇതിലൊക്കെ അല്പസ്വല്പം എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും, ആശയപരമായിട്ടൊക്കെ ഇല്ലയെന്ന് ഞാൻ പറയില്ല. മഹാകവികളുടെ പ്രയോഗമൊന്നും അല്ലല്ലോ, നമുക്ക് വേണ്ടി പൂരക്കളി കൊണ്ട് എഴുതി തയ്യാറാക്കുന്നതല്ല. അപ്പോൾ ഇതിൽ തമാശകളൊക്കെ ഉണ്ടാവും, സംശയമില്ല. ഇത് തസ്മിൻ കാലേ മഹേശപ്രഥിത നടന സന്ദർശനാകാംക്ഷയോദ്യൽ പ്രോത്സാഹ നിർജരാസാരസഭവന മുഖാശ്ചേതരേ യക്ഷമുഖ്യാഃ അന്യേ സർവേ മുനീന്ദ്രാസ്ത്രിനയനമഭിതഃ ക്ഷിപ്രമാപുസ്തദാനീമേകോ യക്ഷസ്ത്വയാതഃ പ്രമഥപതി മഹാനൃത്തനിന്ദാപരോ ഭൂത്. തസ്മിൻ കാലേ മഹേശപ്രഥിത നടന സന്ദർശനാകാംക്ഷയാ ഉദ്യത്പ്രോത്സാഹ സാരസഭവന മുഖാഃ നിർജരാഃ ഇതരേ യക്ഷമുഖ്യാഃ ച അന്യേ സർവേ മുനീന്ദ്രാഃ ത്രിനയനം അഭിതഃ ക്ഷിപ്രം ആപുഃ തദാനീം ഏകഃ യക്ഷഃ തു അയാതഃ പ്രമഥപതി മഹാനൃത്തനിന്ദാപരഃ അഭൂത്. ആ കാലത്തിങ്കൽ മഹേശപ്രഥിത നടന സന്ദർശനാകാംക്ഷഹേതുവായിട്ട് ഉദ്യത്പ്രോത്സാഹന്മാരായി സാരസഭവനമുഖന്മാരായിരിക്കുന്ന നിർജ്ജരന്മാരും ഇതരന്മാരായിരിക്കുന്ന യക്ഷമുഖ്യന്മാരും അന്യന്മാരായി സർവന്മാരായിരിക്കുന്ന മുനീന്ദ്രന്മാരും ത്രിനയനന്റെ പരിസരത്തിങ്കൽ ആവിച്ചോ. അപ്പോൾ ഏകനായിരിക്കുന്ന യക്ഷനാകട്ടെ അയാതനായിട്ട് പ്രമഥപതി മഹാനൃത്ത നിന്ദാപരനായിട്ട് ഭവിച്ചു. ആ കാലം, ആ അവസരം മഹേശപ്രഥിത നടന സന്ദർശനാകാംക്ഷ, മഹേശന്റെ പ്രഥിതമായിരിക്കുന്ന നടനത്തിൻ്റെ സന്ദർശനത്തിങ്കലുള്ള ആകാംക്ഷ. മഹേശൻ പരമേശ്വരൻ പ്രഥിതം പ്രസിദ്ധം നടനം നൃത്തം സന്ദർശനം വിലോകനം ആകാംക്ഷ ആഗ്രഹം. ഉദ്യത് പ്രോത്സാഹന്മാര്, ഉദ്യത്തായിരിക്കുന്ന പ്രോത്സാഹത്തോടു കൂടിയവര്. ഉദ്യത്ത് സംജാതം പ്രോത്സാഹം ഉത്സാഹം. സാരസഭവനമുഖന്മാര് ദേവന്മാര്, സാരസഭവനമുഖന്മാര് സാരസഭവനം തുടങ്ങിയവര്, നിർജ്ജരന്മാര് ദേവന്മാര്, ത്രിനയനൻ പരമേശ്വരൻ പ്രാപിക്കുക. അപ്പോൾ ആ സന്ദർഭം ഏകനായിരിക്കുന്ന യക്ഷൻ, ഒരു യക്ഷൻ, അയാതൻ യാനം ചെയ്യാത്തവൻ, പ്രമഥവതി മഹാനൃത്ത നിന്ദാപരൻ, പ്രമഥവതിയുടെ മഹാനൃത്തത്തിൻ്റെ നിന്ദയിങ്കൽ പരനായിട്ടുള്ളവൻ, പ്രമഥവതി പരമേശ്വരൻ, മഹാനൃത്തം മഹാനാടകം, നിന്ദാ ആക്ഷേപം പരൻ തൽപരൻ, സംഭവിക്കുക. ആ
തൃണയനൻ എന്നാണോ പറഞ്ഞത്, അല്ല തൃണയനൻ എന്നാണോ? ഇനി അറിയാണ്ട് ഞാൻ തൃണയൻ എന്ന് പറഞ്ഞു പോയിട്ട് പറയാൻ കഴിയില്ല. ത്രിനയനെന്നേ പറഞ്ഞു, ത്രിനയനെന്നേ പറഞ്ഞു. തൃനയനൻ. ത്രീണി നയനാനി യസ്യ സഹ ത്രിനയന. തൃനയന. അതെ അല്ലേ? അതെ, പരമേശ്വരൻ. അതെ. പക്ഷേ ത്രീണി നയനാനി യസ്യ സഹ തൃനയന പരമേശ്വരൻ എന്നാണ്. അതെ, സംജ്ഞയിലാണ് ത്രിനയന ശബ്ദം. പരമേശ്വരൻ എന്ന പേരിലാണ്. സംജ്ഞയിലാകുമ്പോൾ അതിന് തൃണയനൻ എന്ന് പറയണ്ടേ? സംജ്ഞയാകുമ്പോൾ സംജ്ഞയാകുമ്പോ തൃണയനൻ എന്ന് പറയണ്ടേ? വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ത്രിനയനെന്നേ പറഞ്ഞോളൂ. രഷാഭ്യം നോണസ്. അതെ, ശരിയാണ്. ത്രീണി നയനാനി യസ്യ സഹ. രഷാഭ്യം നോണ സമാനപദി എന്നുള്ള സൂത്രം നിങ്ങൾ പറഞ്ഞെടുത്ത് ഞാൻ നിൽക്കാം. പറഞ്ഞെടുത്ത് പറയാ. രഷാഭ്യം നോണ സമാനപദി എന്ന സൂത്രം നഗാരം വിധിക്കുന്ന 3ഓളം സൂത്രമുണ്ട്. അത് ഇപ്പൊ എന്റെ നാക്കിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് ആ സൂത്രമായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് പിടിച്ചിട്ട് എന്നെ പിന്നെ ഒന്ന് കൊടയേണ്ട പരിപാടി. അവിടെ ഞാൻ ആ സൂത്രമല്ല പറയേണ്ടത്. പിന്നെ ഏതാ പറയണ്ടത്? ഞാൻ പറയേണ്ട സൂത്രം പിന്നെ പൂർവപദാൽ സംജ്ഞായ മഗഃ. പൂർവപദാൽ സംജ്ഞായ മഗഃ എന്ന സൂത്രമാണ് ഇവിടെ പ്രവർത്തിക്കുക. അതിന്റെ അർത്ഥം എങ്ങനെയാ? പൂർവപദസ്ഥാൻ നിമിത്തൽ പരസ്യ നസ്യ നസ്യാത് സംജ്ഞായാം. ഈ ലക്ഷ്യത്തിലേക്ക് സമന്വയിപ്പിച്ചാട്ട് ഏതാണ് ലക്ഷ്യം? ലക്ഷ്യം ഏതാണ്? ത്രിനയന ശബ്ദം. അതെ, ത്രിനയന ശബ്ദം. ശൂർപ്പമിവ നഖം നഖാനി നഖാനി യസ്യാഹ സാ ശൂർപ്പനഖ. നിലവിലുണ്ട് ശൂർപ്പനഖ. ശൂർപ്പണഖ എന്നാ ഉള്ളത്. ശൂർപ്പണഖ എന്നല്ലേ? അവിടെയാണ് ഈ സൂത്രം പ്രവർത്തിക്കുന്നത്. ഇത് പൂർവസ്ഥാൻ നിമിത്തൽ പരസ്യ നസ്യ നസ്യാത്. അതേ സൂത്രമല്ലേ ഇവിടെ പ്രവർത്തിക്കേണ്ടത്? സംജ്ഞായാം. സംജ്ഞയാണെങ്കിൽ മാത്രം. ശൂർപ്പണഖ എന്നത് സംജ്ഞയാണ്, പേരാണ്. ത്രിനയനൻ ഇവിടെ സംജ്ഞയാണ്. നിങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. എന്റെ ശ്ലോകത്തിൽ ത്രിനയനൻ സംജ്ഞയായിട്ടുണ്ടോ? നോക്കാം. ത്രിനയനന്റെ ശിവന്റെ അരികിൽ ചെന്നു. ഞാനെന്താ മനസ്സിലാക്കേണ്ടത്? ത്രിനയനൻ ത്രിനയൻ എന്നുള്ളത് ശിവൻ. ത്രിനയനെ അർത്ഥം പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. 3 കണ്ണുള്ളവനാണ്. ഉരുളാനന്ദില്ലേ? അങ്ങനെ ഒരു മാറ്റുന്നില്ല. അവിടെ അതെ, ഉറച്ചു നിൽക്കുന്നു. ത്രിനയനൻ പരമേശ്വരൻ തന്നെയാണ്. അതവിടെ കേവലം സംജ്ഞാവാചിയായിട്ടല്ല അത് നിൽക്കുന്നത്. ആ ശബ്ദത്തിൽ നിന്ന് കിട്ടുന്ന അർത്ഥം ഞാൻ അവിടെ പറഞ്ഞതാണ്. ത്രീണി നയനാനി യസ്യാ സഹ ത്രിനയനഃ. ഈ ശബ്ദത്തിൽ നിന്ന് കിട്ടുന്ന അർത്ഥം ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രമാണ്. അതാരാണ്? കഹ ശിവഃ ഇത്യർത്ഥ. ത്രിനയന ശബ്ദസ്യ കോർത്ത ശിവഃ എന്നാണ്. മനസ്സിലായി? അതെ, അത് ശബ്ദത്തിൽ നിന്ന് കിട്ടുന്ന അർത്ഥം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ പറയേണ്ടത് 3 കണ്ണുള്ളവന്നേ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു? അത് ശബ്ദത്തിൽ നിന്ന് കിട്ടുന്ന അർത്ഥം അത് സാമാന്യമായിട്ട് ശിവനായതുകൊണ്ട് ശിവനെ. മുക്കണ്ണൻ എന്ന് പറഞ്ഞാൽ എന്റെ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. മുക്കണ്ണൻ പിന്നെ അത് വിശേഷ്യമാണെങ്കിൽ അല്ല, മുക്കണ്ണനല്ലേ യഥാർത്ഥത്തിൽ അർത്ഥം? മുക്കണ്ണനാണല്ലോ. മുക്കണ്ണൻ തന്നെ. അതെ, പക്ഷെ മുക്കണ്ണനാരി അല്ല, മുക്കണ്ണനാരി ശിവൻ എന്ന സംജ്ഞയിൽ. അല്ല, മുക്കണ്ണനാരി ശിവനല്ലേ? അപ്പൊ ആ അർത്ഥം ഞാൻ സാമാന്യമായിട്ട് അവിടെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ പിന്നെ വന്നുള്ളോ? അപ്പൊ പിന്നെ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ഇവിടെ ഇപ്പോ സംജ്ഞയാണെങ്കിൽ ത്രിനയനൻ എന്ന് പറയാം. സംജ്ഞ അല്ലെങ്കിൽ ത്രിനയനൻ എന്ന് പറയരുത്, ത്രിനയനൻ എന്നേ വരാവൂ. സാധാരണഗതിയിൽ പരമേശ്വരന് ത്രിനയനൻ എന്നുള്ളൊരു സംജ്ഞ ഇല്ല. അതൊരു വിശേഷണമായിട്ടേ വരാറുള്ളൂ. അല്ല, ഇതിനെ ഇപ്പോ അദ്ദേഹം പറഞ്ഞതിനെ പ്രതികരിക്കാൻ ഭാഷ്യത്തിൽ ന്യായങ്ങളുണ്ട്. ഉണ്ട്. അത് നമുക്ക് പിന്നെ അവിടെ നിൽക്കാം. ഗുരുനാഥാദിവൻ ശബ്ദസ്യ പ്രവർത്തതേ എന്നാണ് ഭാഷ്യത്തിൽ പറഞ്ഞത്. പക്ഷെ ഗുരുനാഥൻ എന്ന ശബ്ദത്തെ സംജ്ഞയായിട്ട് എടുക്കാറില്ല ആരും. ഗുരുനാഥൻ എന്ന ശബ്ദത്തെ ഗുരുദാസൻ എന്ന് പറഞ്ഞ സംജ്ഞാവാചിയല്ലേ, നാമനിർദ്ദേശമല്ലേ? അല്ല, കേൾക്ക്, നമ്മള്
ഗുരുനാഥൻ എന്നത് സംജ്ഞ എന്ന് പറഞ്ഞാൽ ഒരാൾ ഗുരുനാഥൻ നാമനിർദ്ദേശമാണ്. ആർക്കും പേര് വിളിക്കാറില്ല. ഇല്ല, പേര് വിളിക്കാറില്ല. അതാണ് ഗുരുനാഥൻ എന്നുള്ളത്. അത് ചില സാമാന്യമായ ഒരു പേരല്ലേ ഗുരുനാഥൻ എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഗുരുനാഥൻ എന്നുള്ളത് സാധാരണഗതിയിൽ ആർക്കും പേര് വിളിക്കാറില്ല. ഗുരുനാഥൻ ഗുരുക്കന്മാരുടെ നാഥൻ എന്ന യോഗാർത്ഥം മാത്രമാണ് അതിനുള്ളത്. ഇനി യോഗരൂഢിയായിട്ട് അത് മാറുന്നുണ്ടെങ്കിൽ, സംജ്ഞയായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഗുരുനാഥൻ എന്ന് പറയാം. ഗുരുനാഥൻ എന്ന് പറയാം സംജ്ഞയായിട്ട് മാറുന്നുണ്ടെങ്കിൽ. പൂർവപക്ഷക്കാരന്റെ അവിടെ ഉന്നയിക്കുന്ന ചോദ്യവും അതാണ്, ഗുരുനാഥൻ സംജ്ഞയാണല്ലോ, സംജ്ഞയാണെങ്കിൽ ഗുരുനാഥൻ എന്ന് വേണ്ടേ എന്നാണ്. പക്ഷെ അതിനുള്ള സമാധാനം നമുക്കൊക്കെ പറയാവുന്ന ഇത് തന്നെയാണ്, ഗുരുനാഥൻ സംജ്ഞയല്ല. അങ്ങനെ ഒരു പേരായിരിക്കും. ഭാഷ്യത്തിൽ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഗുരുനാഥാദിവൻ പഴയ കാലത്ത് തന്നെ, ഭാഷ ഉണ്ടാവുന്ന കാലത്ത് തന്നെ, സംസ്കൃത ഭാഷയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഗുരുനാഥൻ പോലെ അവിടെ ഇപ്പൊ നഗാരം വന്നിട്ടില്ല. അവിടെ നിമിത്തമുണ്ട്, നഗാരമാവേണ്ടതാണ്, തീർച്ചയായും ആവേണ്ടതാണ്. പക്ഷെ പഴയ കാലത്ത് തന്നെ, ഭാഷയുടെ തുടക്കത്തിൽ തന്നെ ഗുരുനാഥൻ നഗാരമില്ലാതെയാണ് ആ ശബ്ദം നിർദ്ദേശിച്ചത്. അതുപോലെ നഗാരം ചെയ്യാതെ കണ്ട് നിർദ്ദേശിച്ചിട്ടുള്ളതായ ഒരു വാക്കാണ് ത്രിനയന ശബ്ദം. അതുകൊണ്ട് ഇവിടെയും നഗാരത്തിന് നഗാരം വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഭാഷ്യകാരന്റെ മറുപടി. അല്ല, ഇവിടെ ഇപ്പൊ ത്രിനയനൻ എന്നുള്ളയിടത്ത് ത്രിനയനൻ ശബ്ദം ഒരു സംജ്ഞ അല്ല, പരമേശ്വരന്റെ സംജ്ഞ അല്ല. പരമേശ്വരന് അങ്ങനെ ഒരു പേരില്ല. പരമേശ്വരൻ കിട്ടുന്ന അർത്ഥം പറഞ്ഞതേ ഉള്ളൂ, വിശേഷണം കൊണ്ട് കിട്ടുന്ന ഒരു അർത്ഥം. പക്ഷെ എങ്കിലും ഭാഷ്യകാരൻ പറഞ്ഞ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പുണ്ട്. കാരണം അതുപോലെ ത്രിനയന ശബ്ദവും ആദ്യ കാലഘട്ടത്തിൽ തന്നെ നഗാരത്തിന് നഗാരം വന്നിട്ടല്ല പ്രയോഗിച്ചത്. ഈ ഗുരുനാഥാധിപത് എന്ന് പറയുന്നതുകൊണ്ട് ഈ ആദി ശബ്ദം കൊണ്ട് രഘുനാഥൻ, ആ രഘുനാഥനെ കണ്ടിട്ടാണ് ഈ വന്നിട്ടില്ല. അതുപോലെ ഇതുപോലെ ഭാഷയുടെ ആദ്യകാലത്ത് പ്രയോഗത്തിലുണ്ടായിരുന്നതായ രഘുനാഥാദി ഗുരുനാഥാദി ശബ്ദങ്ങളിൽ ഈണത്വം പ്രവർത്തിക്കില്ല. അല്ലാതെ നിങ്ങൾ അക്കൂട്ടത്തിൽ നിങ്ങൾ ഈ ത്രിനയനെയും ചെലുത്തുന്നു, അതാണ് അതെയാണ് തട്ടിക്കയറ്റം. രഘുനാഥാധിപത് എന്നല്ലേ പറഞ്ഞത്. രഘുനാഥൻ, ഗുരുനാഥൻ തുടങ്ങിയതായ ശബ്ദങ്ങൾ, ഈ ശബ്ദങ്ങളൊക്കെ പോലെയുള്ള, അതെ, ഗുരുനാഥൻ തുടങ്ങിയ ശബ്ദങ്ങൾ, ശബ്ദം പോലെയുള്ളതായ ശബ്ദങ്ങൾ. അല്ലാതെ ഇതിപ്പോ നമ്മൾ ഓർമ്മിക്കേണ്ടത്, പാണിനീയ സൂത്രങ്ങളിൽ എക്സെപ്ഷൻ കാണുന്നതിനെയാണ് ഭാഷ്യകാരൻ കണ്ടെത്തുന്നത്, അല്ലെ? പാണിനീയ സൂത്രം നമുക്ക് 3 മുനിമാരാ ഉള്ളത്. ആദ്യം പാണിനി, രണ്ടാമത് കാത്യായനൻ, മൂന്നാമത് ഭാഷ്യകാരൻ. പാണിനി കണ്ടെത്താത്ത കാര്യങ്ങളെയാണ് വാർത്തികകാരൻ നമുക്ക് പറഞ്ഞിരുന്നത്. വാർത്തികകാരനും കിട്ടാത്ത അത് കാരണം എന്ന് വെച്ചാൽ 3ഉം ഒരേ കാലത്തല്ല 3 പേരും ജീവിച്ചിരുന്നത്. പാണിനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രയോഗിച്ചിരുന്ന പദങ്ങളെ വെച്ചുകൊണ്ടാണ് സിദ്ധയെ ശബ്ദാർത്ഥ സംബന്ധി എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യാകരണ നിയമം കൊണ്ടുവരുന്നത്. പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ വ്യാകരണത്തിൽ പദപ്രയോഗങ്ങൾ, പുതിയ പദപ്രയോഗങ്ങൾ വരും. ഇപ്പൊ നമുക്ക് നമ്മുടെ മലയാളത്തിൽ തന്നെ അറിയാം, കേരള പാണിനിയും എഴുതിയ കാലഘട്ടത്തിലുള്ള പദങ്ങളല്ല ഇന്നില്ലത്. പുതിയ പദങ്ങളൊക്കെ നമുക്ക് വന്നു. അങ്ങനെ പുതിയ പദങ്ങൾ വരുമ്പോൾ ഈ പാണിനി നിയമം അത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് കാത്യായനൻ എന്ത് ചെയ്യുന്നത്, വാർത്തികം എഴുതുന്നത്. വാർത്തികകാരൻ എഴുതിയ ഭാഷ്യകാരൻ. അപ്പൊ അങ്ങനെയാണ് ഈ രഘുനാഥാധിപത് എന്നുള്ള ശബ്ദങ്ങളൊക്കെ വന്നത്. പാണിനിയുടെ നയം അതാണ്. അത് പിന്നീട് ഇദ്ദേഹം തിരുത്തി കാണിച്ചത്. മുക്കണ്ണൻ സാമാന്യവാചിയാകുന്നോണ്ട് വരുന്നില്ല എന്ന് പറയാം. അതെ. ദേവോവ്യദേവഗംഗാമൃത മൂർധാശ്രയാശാംബകവിലസദളീഗവ്യളീഗംബുജേഷു ഭാവാതീതപ്രഭാവഃ കരിപരിവൃഢസമ്മർദ്ദ സംപ്രാപ്തകൃത്തിപ്രാവാരോമാം സചൈദംബരകഥന സമുദ്യുക്തമേനം
നടേശ ആം ദേവഃ അവ്യാത് ദേവഗംഗാമൃതകിരണ കലാഭാലകാലാത്മഘൃഷ്ടിപുരോദ്യന്മൂർധ ആശ്രയാശംബകവിലസദളീകവ്യളീകംബുജേഷു ഭാവാതീതപ്രഭാവഃ കരിപരിവൃഢസമ്മർദ്ദസംപ്രാപ്തകൃത്തിപ്രാവാരഃ മാം സഹ ചൈദംബരകഥനസമുദ്യുക്തം ഏനം നടേശഃ ആം 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 ദേവഗംഗാമൃതകിരണകലാബാലകാലാത്മഘൃഷ്ടിപ്രാപോദ്യന്മൂർധ ആശ്രയാശംബകവിലസദളീകവ്യളീകംബുജേഷു ഭാവാതീതപ്രഭാവഃ കരിപരിവൃഢസമ്മർദ്ദസംപ്രാപ്തകീർത്തിപ്രാവാരഃ നടേശഃ ചൈദംബരകഥനസമുദ്യുക്തം ഏനം നടേശഃ ഏനം ഏനം അവ്യാത് ആം 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 ദേവഗംഗാമൃതകരുണ കലാബാലകാലാത്മഘൃഷ്ടിപുരോദ്യന്മൂർധാവായി ആശ്രയാശംബകവിലസദളീകവ്യളീകംബുജേഷ്വായി ഭാവാതീതപ്രഭാവനായി കരിപരിവൃഢസമ്മർദ്ദസംപ്രാപ്തകൃത്തിപ്രാവാരനായി മഹേശനായിരിക്കുന്ന ദേവൻ ചൈദംബരകഥന സമുദ്യുക്തനായിരിക്കുന്ന എന്നെ അവനം ചെയ്യട്ടെ. ഏം ഏം ദേവഗംഗാമൃതകിരണ കലാബാലകാലാത്മഘൃഷ്ടിപുരോദ്യൻ മൂർധാവ് ദേവഗംഗയാലും അമൃതകിരണ കലയാലും ബാലകാലാത്മഘൃഷ്ടിയാലും പുതയാലും പ്രോദ്യത്തായിരിക്കുന്ന ആ മൂർധാവോടുകൂടിയവൻ ദേവഗംഗ ആകാശഗംഗ അമൃതകിരണ കലാ ചന്ദ്രകല ബാലകാലാത്മഘൃഷ്ടി ബാലകാലാത്മാവിൻ്റെ ഘൃഷ്ടി ബാലകാലാത്മാവ് ഉദയസൂര്യൻ ഘൃഷ്ടി കിരണം പ്രോദ്യത്ത് പ്രകാശിക്കുന്നത് പുതാ ജഡ മൂർധാവ് ശിരസ് ആശ്രയാശംബകവിലസദളീകവ്യളീകംബുജേഷു ആശ്രയാശംബകനിൽ വെളീകമാക്കപ്പെട്ട ആശ്രയാശംബകനിൽ ആശ്രയാശംബക വെളീകത്തിൽ അളീകമാക്കപ്പെട്ട അംബുജേഷുവോടുകൂടിയവൻ ആശ്രയാശംബകം തീക്കണ്ണ് അളീകം മിഥ്യ അംബുജേഷു കാമദേവൻ ഭാവാതീത പ്രഭാവൻ ഭാവത്തിന് അതീതമായ പ്രഭാവത്തോടുകൂടിയവൻ ഭാവം ഭാവന പ്രഭാവം മാഹാത്മ്യം കരിപരിവൃഢസമ്മർദ്ദ സംപ്രാപ്തകൃത്തി പ്രാവാരൻ കരിപരിവൃഢന്റെ സമ്മർദ്ദം നിമിത്തം സംപ്രാപ്തമായ കൃത്തിപ്രാവാരത്തോടുകൂടിയവൻ കരിപരിവൃഢൻ ആനശ്രേഷ്ഠൻ സമ്മർദ്ദം വധം കൃത്തിപ്രാവാരം തോൽമുണ്ട് നടേശൻ പരമേശ്വരൻ ചൈദംബരകഥന സമുദ്യുക്തൻ ചൈദംബരകഥയെ പറയാൻ തയ്യാറായവൻ
ഒരുങ്ങിയവൻ കഥയെ പറയാൻ ഒരുങ്ങിയവൻ അവനം ചെയ്യുക രക്ഷിക്കാം ആം ആം വാക്കുകൾ ഓർമ്മയില്ല. അപ്പൊ ആ ശ്ലോകം ചൊല്ലേണ്ടി വരുമോ സംശയമാണ്. ചൊല്ലിത്തരാം. ശ്ലോകമൊക്കെ ചൊല്ലാം. വലിയ ശ്ലോകവും വലിയ വലിയ അധ്വാനോട്ട് ചൊല്ലാൻ. ആയിക്കോട്ടെ, അധ്വാനിച്ചാലും എന്തെങ്കിലും ഫലം ഉണ്ടെങ്കിൽ ചൊല്ലാലോ. അല്ല, അതില് അവസാനം ആരെ ഈ ചൈദംബര കഥ പറയുന്നതായ അതെ, എന്നെ എന്നെ അവനം ചെയ്യട്ടെ എന്നല്ല. അതെ അവൻ ചെയ്യട്ടെ. അവിടെ ഇങ്ങനെ അന്വയം ആ ഈ ചൈദംബര കഥ പറയുന്നതായ എന്നെ എന്ന് പറയാൻ ഇവനെ ഉപയോഗിച്ച സംസ്കൃത വാക്യേതാണ്? ഏനം. ഏനം. ആ ഈ ഏനശബ്ദം ഏതൊക്കെ സന്ദർഭത്തിലാണ് പ്രയോഗിക്കുക? നിങ്ങളിപ്പോൾ ആദ്യം തുടക്കത്തിലുള്ള ശ്ലോകമാണത്, അതെ അല്ലേ? അല്ലേ, തുടക്കത്തിലുള്ള ശ്ലോകമാണ്. ഇനി പരമ്പര രാവിലെ തുടങ്ങിയതാണല്ലോ. ഇങ്ങനെ പലതും പറയുന്ന എന്നെ എന്ന് പറയുന്ന പറയാൻ മുടക്കമൊന്നുമില്ല. ഈ ചിദംബര കഥ പറയുമ്പോൾ തുടക്കത്തിലുള്ള പിന്നെ ഇത് പറയുന്നതാണ്. അത് ഇപ്പോൾ പിന്നെ നാട്യശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ചിദംബരം പറയുന്ന എന്നെ. അവിടെ ഏനം എന്നുള്ളത് ഒരു കാര്യം ചെയ്ത് അതെ അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്ത് മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടി നിയുക്തനാകുമ്പോൾ മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പോ നാട്യശാസ്ത്രം കഴിഞ്ഞു, മറ്റ് ചിദംബര ശാസ്ത്രം. അയം എന്താ വ്യാകരണം അധീതം. അനേനം വ്യാകരണം അധീതം. ഏനം ഏനം ഛന്ദഃ അധ്യാപയ. ഛന്ദോധ്യാപയ. ഇവൻ വ്യാകരണം പഠിച്ചിരിക്കുന്നു. ഇവനെ വീണ്ടും ആ ആളെ പറയാൻ വേണ്ടി അതെ കിഞ്ചിത് കാര്യം ശബ്ദം പറയാം. കിഞ്ചിത് കാര്യം വിധാതും ഉപത്തസ്യ കാര്യാന്തരം വിധാതും പുനരുപാദാനം അന്വാദേശം ഇത്യർത്ഥ. അന്വാദേശഃ അതാണ് അന്വാദേശം എന്നാണ് പറയാ. അന്വാദേശത്തിന്റെ നിർവചനമാണ് സ്വഭാവത. അപ്പൊ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ. ഇത് നാട്യശാസ്ത്രം പരമ്പര വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം. അല്ലാതെ ഈ ചിദംബര ശാസ്ത്രം എന്ന പ്രകരണത്തെ മാത്രം വെച്ച് ഏനം എന്നുള്ളത് ശരിപ്പെടുത്താൻ പ്രയാസമുണ്ട്. അതെ, ഒരു ഒന്നിന്റെ തുടർച്ച. അല്ല, ആ പദ്യം ഒന്ന് ചൊല്ലിത്തരാം. കൃഷ്ണമാഷ തന്നെ. ദേവവ്യദേവഗംഗാമൃതകിരണ കലാബാലകാലാത്മഘൃഷ്ടിപ്രോദ്യന്മൂർധാശ്രയാശംഭക വിലസദളീകവ്യളീകംബുജേഷു ഭാവാതീത പ്രഭാവ കരിപരിവൃഢ സമ്മർദ്ദ സംപ്രപ്തകൃത്തിപ്രാവാരോമാം സചൈദംബരകഥന സമുദ്യുക്തമേനം നടേശ. തമാശയുള്ള ശ്ലോകം തമാശയുള്ള. പക്ഷേ ബാലകാലാത്മാവുന്നില്ല എന്താ അർത്ഥം പറഞ്ഞത്? ബാലകാലാത്മാവ് ബാലസൂര്യൻ. ആ അർത്ഥം എങ്ങനെ കിട്ടി? ബാലനായ കാലാത്മാവ്. അങ്ങനെ ബാലനായ കാലാത്മാവ്. ബാലസൂര്യൻ. ബാലസൂര്യൻ. കാലാത്മാവ് എന്നുള്ളതിന് അർത്ഥം എന്താ? കാലത്തിന്റെ ആത്മാവ് തന്നെയാണ്. കാലത്തെ വിധാനം ചെയ്യുന്ന ആളാണല്ലോ സൂര്യൻ. അതെ, കാലത്തിന്റെ സ്വരൂപം തന്നെയാണ്. കാലത്തെ ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ വളഞ്ഞിട്ടാണ് അർത്ഥം പറഞ്ഞത്. അപ്പൊ ഏനെന്നുള്ളത് ഇങ്ങനെയുള്ള സന്ദർഭത്തിലേ പറയാൻ വേണ്ടി പാടുള്ളൂ. ഇവിടെ ഈ മാം എന്ന് കഴിഞ്ഞിട്ടാണോ ഈ ഏനം വരുന്നത്? അപ്പൊ അതിന്റെ ഒന്ന് അന്വർത്ഥം പറഞ്ഞാൽ എനിക്ക് ഒരു ചെറിയൊരു സംശയം വരുന്നുണ്ട്. ഏനം മാം അല്ല, മാം ഇല്ലല്ലോ സാർ. ഇല്ലേ? ഭാവാതീത പ്രഭാവ കരിപരിവൃഢ സമ്മർദ്ദ സംപ്രാപ്തകൃത്തിപ്രാവാരോ മാം. മാന്നുണ്ട്. ഏനം മാം. ഈ എന്നെ നിങ്ങളൊരു വടിയാ കൊണ്ടുകൊടുക്കുക. പറഞ്ഞുകൂടാ, പറയാൻ പറ്റില്ലല്ലോ. ഏനമ്മാം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം പോയില്ലേ? മാർക്കേ പോയി. പക്ഷെ അതെ അന്യാർത്ഥം അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. മാം എന്ന് ആദ്യം പറഞ്ഞിട്ട് എന്നെ രക്ഷിക്കണം, അവനം ചെയ്യട്ടെ, എന്നെ അവനം ചെയ്യട്ടെ എന്ന് ആദ്യം പറയുക. എന്നിട്ട് അന്വാദേശം അങ്ങനെ ശരിപ്പെടുത്താൻ പറ്റും. മാം അവത്തു, എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി അന്വാദേശം കൊടുക്കാം. അന്വാദേശം ചേർത്ത്
ആ ശ്ലോകത്തിൽ അന്യം പറഞ്ഞിട്ടൊന്നും ശരിയായാലും അന്യം പറയരുതോ? ദേവഗംഗാമൃതകിരണ കലാപാലകാലാത്മകൃഷ്ടിപ്രോദ്യന്മൂർധ ആശ്രയാശംബക വിലസതളീകവ്യളീകംബുജേഷു ഭാവാതീത പ്രഭാവ കരിപരിവൃഢ സമ്മർദ്ദ സംപ്രാപ്ത കൃത്തിപ്രാവാര പ്രാവാര മഹേശ മഹേശ മാം അവ്യാത്. മാം അവ്യാത്, എന്നെ രക്ഷിക്കട്ടെ. ആ, മാം അവ്യാത്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പറയാം, എന്ന് ശരിപ്പെടുത്താം അങ്ങനെയാണെങ്കിൽ. പക്ഷേ അതെ, മാം അവ്യാത്, എന്നെ രക്ഷിക്കട്ടെ. പക്ഷെ രണ്ടർത്ഥം ഒന്നും തന്നെയാണ്. അല്ലല്ല, കിഞ്ചിത് കാര്യം മറ്റിടത്ത് എങ്ങനെയാ? അനേന വ്യാകരണം അധീതം ഏനം ഛന്ദ അധ്യാപയ. അതെ, ഇദ്ദേഹത്താൽ ഈ കുട്ടി വ്യാകരണം പഠിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇവനെ ഇനി വേദം പഠിപ്പിക്കണം. രണ്ടും രണ്ട് കാര്യമാണ്. ഇവിടെ ഈ രക്ഷിക്കൽ തന്നെയാ രണ്ടാക്കൂ. അല്ല, ഇവിടെ അന്വാദേശ വിഷയ ഏനാദേശ. അന്വാദേശം ഇവിടെ ഈ കാര്യാധീത രൂപത്തിൽ വേണമെന്നില്ല. ആയിക്കോട്ടെ, അന്വാദേശ വിഷയ ഏനാദേശം അത് പറയാം. അന്വാദേശ വിഷയ ഏനാദേശ അത് പറയാം. അന്വാദേശം ഇവിടെയുണ്ട്. എങ്ങനെ അന്വാദേശമുണ്ട്? മാം അവ്യ, എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഞാൻ എന്ന് അവിടെ ഉപാത്തമായി സാമാന്യമായിട്ട് പറഞ്ഞു രക്ഷപ്പെടാം. രക്ഷപ്പെടാനല്ല പറഞ്ഞ് നമുക്ക് ശരിയാകും. അന്വാദേശം എങ്ങനെയാന്ന് ചോദിച്ചാൽ പറയണ്ടേ? അതെ, കിഞ്ചിത് കാര്യം വിധാതും ഉപാത്തസ്യ അല്ല കാര്യാന്തരം വിധാതും, മറ്റൊരു കാര്യത്തെ പറയാൻ വേണ്ടി പുനരുപാദാനം അന്വാദേശം. തൊട്ടടുത്ത് എങ്ങനെ വരുന്നത്? മാം അവ്യാത്, അതിനുശേഷം ചൊല്ലി ഏനെന്ന് പറയുമ്പോ എന്റെ മുഖത്ത് നോക്കി. അല്ല, കാരണം നമ്മള് അയാൾ എന്റെ മുഖത്തൊന്നും നോക്കി ഇയാളെ കണ്ണു പൊടിയോ എന്നുള്ളതാണ്. അല്ല, ചിദംബര ശാസ്ത്ര ചർച്ചകൾ അധികം നമുക്ക് വരാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം പദ്യങ്ങൾ പെട്ടെന്ന്, കാരണം നമ്മളെല്ലാം നാട്യോത്പത്തി കഴിയുമ്പോഴേക്കും നമുക്ക് സമയമാവും. അപ്പോഴേക്ക് ചിദംബര ശാസ്ത്രം വന്നിട്ടല്ലേ ചൊല്ലിയത്. ഒന്നത് ഒന്ന് എനിക്ക് വേണ്ടി. പിന്നെ ഏനം എന്നത് എവിടെയാണ് അന്വയിക്കുക? പിന്നെ എവിടെ ഏനം പുറത്തു നിൽക്കാനല്ലേ ഏനം? അതെ, അതൊന്ന് നോക്കണം, പദ്യം ഒന്ന് നോക്കാം പിന്നീട്. അതെ, കാരണം അന്വാദേശ വിഷയം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മളത് ഉപേക്ഷിക്കുകയായിരിക്കും നല്ലത്. പക്ഷെ അത് എങ്ങനെ ശരിയാക്കണം എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കിയെടുക്കേണ്ടി വരും. അതെ, നോക്കാം, ഒന്നുകൂടി നോക്കാം, ആലോചിച്ച് നോക്കാം. പുരൈഗതഭ്യർത്ഥനയാ ദിവസ്പദേഃ സുരാലയേ നാട്യമഹോ മഹാനടഃ ചകാരതന്നൃത്തവിലോകനത്തദാ ദിവൗകസ പ്രീതിമതീവലേഭിരേ പുരാ ഏകദാ ദിവസ്പദേഃ അഭ്യർത്ഥനയാ സുരാലയേ മഹാനടഃ നാട്യം ചകാര തന്നൃത്തവിലോകനാത് ദിവൗകസഃ അതീവ പ്രീതിം ലേഭിരേ പുരാ പണ്ട് ഒരു നാൾ ദിവസ്പതിയുടെ അഭ്യർത്ഥനയനുസരിച്ച് മഹാനടൻ സുരാലയത്തിങ്കൽ നാട്യത്തെ ചെയ്തു. തദ്ദർശനാൽ തന്നൃത്തവിലോകനാത് ദിവൗകസഃ അതീവ പ്രീതിം ലേഭിരേ
ദിവസ്പതി ദേവേന്ദ്രൻ അഭ്യർത്ഥനായാചന സുരാലയം ദേവലോകം നാട്യം നൃത്തം മഹാനടൻ ശിവൻ ചെയ്യുക അനുഷ്ഠിക്കാം തന്നൃത്ത വിലോകനം ആ നൃത്തത്തിൻ്റെ വിലോകനം വിലോകനം ദർശനം ദിവൗകസ്സുകൾ ദേവന്മാര് പ്രീതി സന്തോഷം ലഭിക്കാം സിദ്ധിക്കാം നിശമ്യ പറഞ്ഞു ദിവൗകസഹ. അതെ, ദിവൗകസഹ എന്നുള്ള ശബ്ദത്തിന്റെ വിഭക്തി എങ്ങനെയാണ്? ദിവൗകസഹ അത് ബഹുവചനാണ്. ബഹുവചനാണ്. എന്താ അന്തം? സകാരം തപ്പുല്ലിംഗം. അതെങ്ങനെ ചൊല്ലുക? ദിവൗകഃ ദിവൗകസൗ ദിവൗകസഃ. ദിവൗകഃ എന്നാണോ? അങ്ങനെയാണ്. ദിവൗകഃ ദിവൗകസൗ ദിവൗകസഃ. അതെ, ദിവൗകഃ ദിവൗകസൗ. ഞാനിത് രൂപം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു തോന്നരുതേ, ഒരു സവിശേഷമായ ശബ്ദമായത് പറഞ്ഞു. ഇനിയും പറയാനുണ്ടത്ര ഇതിനകത്ത്. ദിവൗകഃ എന്നാണോ? ദിവൗകഃ എന്നല്ല, ദിവൗകാഹ എന്നാണ്. ദിവൗകസൗ ദിവൗകസ. ആ ശബ്ദത്തിന്റെ അർത്ഥം എന്താ? ദേവന്മാരെന്നല്ലേ അർത്ഥം പറഞ്ഞത്. അർത്ഥം എങ്ങനെ കിട്ടിയേ? ദിവം ഓഗഃ യേഷാം തേ ദിവൗകസഃ. അതിന് മലയാളം എന്നാണ്? സ്വർഗം വാസസ്ഥലമായിട്ടുള്ളവർ. ദിവം ഓകഃ വാസസ്ഥല യേഷാം തേ ദിവൗകസഃ. ശരി, മുണ്ടയുന്ന ഇത് പണ്ടേ ഉള്ളതാണല്ലോ. ഇടവലക്കാരൻ്റെ സ്വഭാവം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മാഷക്ക് തിരിയും. ഇടവലക്കാരൻ്റെ സ്വഭാവം എന്ന് വന്നപ്പോ മാഷക്ക് മനസ്സിലായി. കഴിഞ്ഞ നിശമ്യതന്നൃത്തചരിത്രമത്ഭുതം സരോജവാസാത്മഭുവൗ മുനീശ്വരൗ പതഞ്ജലി വ്യാഘ്രപദാഹ്വയാവജം സമൂജതു പ്രശ്രയപൂർവ മേഘദാ നിശമ്യ തന്നൃത്തചരിത്രം അദ്ഭുതം സരോജവാസാത്മഭുവൗ മുനീശ്വരൗ പതഞ്ജലി വ്യാഘ്രപദൗ പദാഹ്വയൗ അജം സമൂജതു പ്രശ്രയപൂർവം ഏകദാ അദ്ഭുതം തന്നൃത്തചരിത്രം നിശമ്യ സരോജവാസാത്മഭുവൗ പതഞ്ജലി വ്യാഘ്രപദാഹ്വയൗ മുനീശ്വരൗ അത്ഭുതം തന്നൃത്തചരിത്രം നിശമ്യ അജം പ്രശ്രയപൂർവം സമൂജതു സരോജവാസാത്മഭൂക്കളായി പതഞ്ജലി വ്യാഘ്രപദാഹ്വയന്മാരായിരിക്കുന്ന മുനീശ്വരന്മാര്
അത്ഭുതമായിരിക്കുന്ന തന്നൃത്ത ചരിത്രത്തെ ശ്രവിച്ചിട്ട് അജനോട് പ്രശ്രയപൂർവം ഏകദാ അജം പ്രശ്രയപൂർവം ഉവാച സരോജവാത്മാത്മഭുക്കളായി പതഞ്ജലി വ്യാഘ്രപദാഹ്വയന്മാരായിരിക്കുന്ന മുനീശ്വരന്മാര് അത്ഭുതമായിരിക്കുന്ന തന്നൃത്ത ചരിത്രത്തെ ശ്രവിച്ചിട്ട് സരോജവാസ അജനോട് പ്രശ്രയപൂ ബഹുമാന പുരസ്സരം വചിച്ചു. സരോജവാസാത്മഭൂക്കൾ സരോജവാസന്റെ ആത്മഭൂക്കളായി ഭവിച്ചവര്. സരോജവാസൻ ബ്രഹ്മാവ്, ആത്മഭൂക്കൾ മാനസപുത്രന്മാര്. പതഞ്ജലി വ്യാഘ്രപദഹ്വയന്മാര്, പതഞ്ജലി എന്നും വ്യാഘ്രപദൻ എന്നും പേരുള്ളവര്. മുനീശ്വരന്മാര്, മുനിശ്രേഷ്ഠന്മാര്. അത്ഭുതമാശ്ചര്യം തന്നൃത്ത ചരിത്രം, തന്നൃത്തത്തിന്റെ ചരിത്രം. തന്നൃത്തം പരമേശ്വര നൃത്തം, ചരിത്രം ചരിത്രം കഥ ശ്രവിക്കുക, കേൾക്കുക. അജൻ ബ്രഹ്മാവ്, പ്രശ്രയം ബഹുമാനം. വചിക്ക പറയുക. ചിദംബരം ചൊല്ലലില്ലല്ലോ ഇതുവരെ, അതുകൊണ്ട് അത് പറയാൻ എപ്പോഴും ചൊല്ലലില്ലല്ലോ. ആ ശ്ലോകം ഒന്നുകൂടെ കേൾക്കണം. നിശമ്യ തന്നൃത്ത ചരിത്രമത്ഭുതം സരോജവാസാത്മഭുവൗ മുനീശ്വരൗ പതഞ്ജലി വ്യാഘ്രപദാഹ്വയാവജം സമൂജതു പ്രശ്രയ പൂർവമേകത. പതഞ്ജലി വ്യാഘ്രപദാഹ്വയൗ, പതഞ്ജലി വ്യാഘ്രപദാഹ്വയന്മാർ. അതെ, പതഞ്ജലി എന്നും വ്യാഘ്രപദനെന്നും അല്ലേ, അതെ, വ്യാഘ്രപദൻ എന്നുള്ള പേരോട് കൂടിയവർ. പേര്. അപ്പോൾ ബഹൂരിയായിട്ടുള്ള സമാധികൾ തരുന്നു. സമാസം ബഹൂരിയാവുമല്ലോ, അല്ല ദ്വന്ദ്വനാവൂലല്ലോ. ദ്വന്ദ്വനാണെങ്കിൽ പതഞ്ജലി മുമ്പിലല്ലേ, പതഞ്ജലി വരുമോ? പതഞ്ജലി വ്യാഘ്രപദ ഇതി ആഹ്വയം ആഹ്വയം യയോഹ തൗ. പതഞ്ജലി ശബ്ദം മുമ്പിൽ വരുന്നതിൽ വിരോധമില്ലല്ലോ അല്ലേ? ദ്വന്ദ്വഘി അല്ല, അതേ സമാസം ബഹൂരിഹി ആണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ലല്ലോ. ഇല്ല വരുന്നില്ല. ബഹൂരിഹി ആണെങ്കിൽ അല്ല വരില്ല, ഈ പ്രശ്നം വരികയില്ല. പതഞ്ജലി വ്യാഘ്രപദൻ എന്ന ആഹ്വയ എന്ന പേര് ആരുകൾക്കാണോ ഉള്ളത് അവർ പതഞ്ജലി വ്യാഘ്രപദ. സംഗതി മനസ്സിലായില്ലേ? ബഹൂരിഹി ആണെങ്കിൽ പ്രശ്നമേ വരില്ല. ദ്വന്ദ്വസമാസമാണെങ്കിലും അല്ല ദ്വന്ദ്വ സമാസത്തിലാണെങ്കിൽ എന്താ കുഴപ്പമുള്ളത്? ഇല്ല. ദ്വന്ദ്വസമാസമാണെങ്കിൽ എങ്ങനെ ഈ ആഹ്വയ ശബ്ദം ചേർക്കേണ്ടെന്നുള്ള സംശയമാണ്. പതഞ്ജലി വ്യാഘ്രപദൻ, പതഞ്ജലി എന്നും പതഞ്ജലി വ്യാഘ്രപദ ഇതി ആഹ്വയം അല്ലെങ്കിൽ നാമധേയം ആഹ്വയം യയോഹോ തൗ. എങ്കിലും ബഹുരീയന സമാസം. അതെ, ബഹുരീയല്ലേ? അതെ, ദ്വന്ദ്വസമാസത്തിന് പ്രസക്തി ഇല്ലല്ലോ. അങ്ങനെയാവും. ഇല്ല. ഞാൻ 4 ചൊല്ലി. ഞാൻ 4 ഇപ്പൊ ചൊല്ലി. ഞാൻ ഒന്നുമല്ല, 4 ചൊല്ലി. കിട്ടിയ
യക്ഷപ്രയുക്താശനി സദൃശതരാക്ഷേപവാചം നികാമം ദുഷ്ടോസാവഷ്ടമൂർത്തിസ്ത്വരിതമതിജഡം യക്ഷമേനം ശശാപാം യാവന്മന്നൃത്തസംവീക്ഷണമവനിതലേ ലഭ്യതേനേന താവത് സ്വർഗഭ്രഷ്ടോ ഭവേദിത്യഖിലസുരഗണൈർനിന്ദിതശ്ചാപകൃഷ്ടഃ യക്ഷപ്രയുക്താശനി സദൃശതരാക്ഷേപവാചം ജ്ഞാത്വാ നികാമം രുഷ്ടഃ അസൗ അഷ്ടമൂർത്തിഃ അവനിതലേ അനേനായാവത് മന്നൃത്തസംവീക്ഷണം ലഭ്യതേ താവത് സ്വർഗഭ്രഷ്ടഃ അഖിലസുരഗണൈഃ നിന്ദിതഃ അപകൃഷ്ടഃ ച ഭവേത് ഇതി ആകൽപ്പയൽ. യക്ഷപ്രയുക്താശനി സദൃശതരാക്ഷേപവാക്കിനെ ജ്ഞാപിച്ചിട്ട് രുഷ്ടനായിരിക്കുന്ന ഈ അഷ്ടമൂർത്തി അവനിതലത്തിങ്കൽ ഇവനാൽ യാതൊരിക്കൽ മന്നൃത്ത സംവീക്ഷണം ലഭിക്കപ്പെടുന്നുവോ അത്ര വരെ സ്വർഗഭ്രഷ്ടനായും അഖിലസുരഗണങ്ങളാൽ നിന്ദിതനായും അപകൃഷ്ടനായും ഭവിക്കട്ടെ എന്നിപ്രകാരം കൽപ്പിച്ചു. യക്ഷപ്രയുക്താശനി സദൃശതരാക്ഷേപവാക്ക് യക്ഷനാൽ പ്രയുക്തയായി അശനി സദൃശതരയായിരിക്കുന്ന ആക്ഷേപവാക്ക് യക്ഷൻ ഗുഹ്യകൻ പ്രയുക്ത പ്രയോഗിക്കപ്പെട്ടത് അശനി സദൃശതരാ വജ്രതുല്യ ആക്ഷേപവാക്ക് നിന്ദാവചനം ജ്ഞാപിക്ക അറിയുക. രുഷ്ടൻ കോപിച്ചവൻ അഷ്ടമൂർത്തി പരമേശ്വരൻ ഇവൻ ഈ പുരുഷൻ മന്ദർത്തസമന്ദർത്ത സംവീക്ഷണം എൻ്റെ നൃത്തത്തിൻ്റെ സംവീക്ഷണം നൃത്തം നടനം സംവീക്ഷണം വിലോകനം ലഭിക്കാ സിദ്ധിക്കാ സ്വർഗഭ്രഷ്ടൻ സ്വർഗത്തിങ്കൽ നിന്ന് ഭ്രഷ്ടനായവൻ ഭ്രഷ്ടൻ ഭ്രംശിക്കപ്പെട്ടവൻ ഭ്രഷ്ടൻ പുറത്താക്കപ്പെട്ടവൻ അഖിലസുരഗണങ്ങൾ അഖിലങ്ങളായിരിക്കുന്ന സുരഗണങ്ങൾ അഖിലങ്ങൾ സമസ്തങ്ങൾ സുരഗണങ്ങൾ ദേവഗണങ്ങൾ നിന്ദിതൻ നിന്ദിക്കപ്പെട്ടവൻ നിന്ദിക്ക ആക്ഷേപിക്കുക അപകൃഷ്ടൻ പുറത്താക്കപ്പെട്ടവൻ ഭവിക്ക സംഭവിക്ക കൽപ്പിക്ക നിശ്ചയിക്കുക ആളെ പറഞ്ഞില്ലല്ലോ, ആളാരാന്ന് പറഞ്ഞില്ലല്ലോ. പുറത്താക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. ആര്? നേരത്തെ പറഞ്ഞില്ലേ? തസ്മിൻ കാലേ മഹേശ പ്രഥിത നടന സന്ദരിശനാകാംക്ഷയോദ്യത് പ്രോത്സാഹ നിർജ്ജരാസാരസഭവന മുഖാശ്ചേതരേ യക്ഷമുഖ്യാഃ അന്യേ സർവേ മുനീന്ദ്രാസ്ത്രിനയനമഭിതഃ ക്ഷിപ്രമാപുസ്തദാനീമേകോ യക്ഷസ്ത്വയാതഃ പ്രമഥവതി മഹാനൃത്തനിന്ദാപരോഭൂത്. എല്ലാ യക്ഷന്മാരും ശിവന്റെ നൃത്തം കാണാൻ വേണ്ടി പോയി എന്നും ഒരു മഹാൻ പോയില്ല. ആ പോവാത്ത മഹാനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. അയാളെയാണ് പുറത്താക്കപ്പെട്ടത്. ഒരാൾ പോയില്ല. ആ പോവാത്ത ആളെ സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഇപ്പൊ പോയില്ല. ശ്ലോകത്തിന്റെ അർത്ഥം അങ്ങനെയാണ്.
തസ്മിൻ കാലേ മഹേശപ്രഥിത നടന സന്തരിശനാകാംക്ഷയോദ്യത് പ്രോത്സാഹ നിർജരാസാരസഭവന മുഖാശ്ചേതരേ യക്ഷമുഖ്യാഹ. ദേവന്മാരും യക്ഷന്മാരും എല്ലാവരും പോയി. എന്നിട്ടോ അന്യേ സർവേ മുനീന്ദ്രാഹ, മുനിമാരും പോയി. ത്രിനയനമഭിതക്ഷിപ്രമാപുഹു തദാനീം, ആ സന്ദർഭത്തിൽ ഏകോ യക്ഷ അയാത, ഒരു യക്ഷം പോയില്ല. ആ ആളെ കുറിച്ചാണ് ഇപ്പോ ഭ്രംശിക്കപ്പെട്ടതും പുറത്താക്കപ്പെട്ടതൊക്കെ. അങ്ങനെ അയാൾ നൃത്തം കാണാൻ പോകാത്തത് കാരണം അതെ, പുറത്താക്കിയത്. സ്വർഗത്തിന് അയാളെ പുറത്താക്കി എന്നാണ് എൻ്റെ കഥ. എൻ്റെ ഇതിലുള്ള കഥ എങ്ങനെയാണ്? അങ്ങനെ ഒരു കഥ പിന്നെ എങ്ങനെയാ കഥ വരണ്ടില്ല? അതിനൊരു യുക്തി വേണ്ടേ? എൻ്റെ ചിദംബര ശാസ്ത്രം ഉണ്ടല്ലോ, ഇതേപോലെയാണ്. നൃത്തം കാണാൻ പോയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാളെ സ്ഥാനഭ്രഷ്ടനാക്കി. അതെ, നൃത്തം കാണാൻ പോവാതിരിക്കാനുള്ള കാരണം എന്താണ്? അതെന്തോ ഉണ്ടാവും, അങ്ങനെ എന്തോ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് പുറത്താക്കിയത് അർത്ഥം. അദ്ദേഹം എൻ്റെ ചിദംബര ശാസ്ത്രത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് രമിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ എല്ലാവരുടെയും നാഥനാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പരിപാടി കാണാൻ ക്ഷണിച്ചതാണ്, എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതാണ്. ഹാജർ ബുക്കിൽ ഹാജരില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി ഇവൻ ഇന്ന കാരണം കൊണ്ടാണ് വരായിരുന്നത്. ഗെറ്റ് ഔട്ട്, പുറത്ത് അതാണ് ചെയ്തത്. ശരി, അങ്ങനെ ഒരു കാരണമുണ്ട്. അതാണ് സംഗതി. അപ്പോ അയാളെയാണ് ഇപ്പൊ പുറത്താക്കി. അതെനിക്ക് മനസ്സിലായിരുന്നു. തഥൈകദാ ദുഗ്ധമഹോ ദധാവഹി പ്രമുഖ്യ പര്യങ്കദലേ വസദ്ധരിഃ സുധാംശുചൂടാമലതാണ്ഡവസ്മൃതി പ്രകൃഷ്ടചിത്തഃ ഖലു വിസ്മൃതാഖിലഃ. തഥാ ഏകദാ ഹരിഃ ദുഗ്ധമഹോ ദധൗ അഹിപ്രമുഖ്യപര്യങ്കദലേ സുധാംശുചൂടാമലതാണ്ഡവസ്മൃതി പ്രകൃഷ്ടചിത്തഃ വിസ്മൃതാഖിലഃ അവസദേ ഖലു. ഒരു നാൾ ദുഗ്ധമഹോദധി, ഒരു നാൾ ഹരിയം ദുഗ്ധമഹോദധിങ്കൽ അഹിപ്രമുഖ്യപര്യങ്കദലത്തിങ്കൽ സുധാംശുചൂടാമലതാണ്ഡവസ്മൃതി പ്രകൃഷ്ടചിത്തനായി വിസ്മൃതാഖിലനായിട്ട് വസിച്ചുപോൽ. ഒരു നാളൊരവസരം ദുഗ്ധമഹോദധി ശ്രീപാൽക്കടൽ ഹരി ശ്രീനാരായണൻ ദുഗ്ധമഹോദധി ശ്രീപാൽക്കടൽ അഹിപ്രമുഖ്യപര്യങ്കതലം, അഹിപ്രമുഖ്യനാകുന്ന പര്യങ്കതലം, അഹിപ്രമുഖ്യൻ ശ്രീ അനന്തൻ പര്യങ്കതലം ശയനസ്ഥലം. സുധാംശുചൂടാമലതാണ്ഡവസ്മൃതി പ്രകൃഷ്ടചിത്തൻ, സുധാംശുചൂടൻ്റെ അമലമായിരിക്കുന്ന താണ്ഡവത്തിൻ്റെ സ്മൃതിയാൽ പ്രകൃഷ്ടമായിരിക്കുന്ന ചിത്തത്തോടുകൂടിയവൻ സുധാംശുചൂടൻ പരമേശ്വരൻ. അമലം നിർമ്മലം താണ്ഡവം നൃത്തം പ്രകൃഷ്ടം ആകർഷിക്കപ്പെട്ടത് ചിത്തം മനസ്സ്. വിസ്മൃതാഖിലൻ അഖിലത്തെയും വിസ്മരിച്ചവൻ, അഖിലം മുഴുവൻ കാര്യങ്ങളെയും വിസ്മരിക്കാ ഓർമ്മിക്കാതിരിക്കുക, വസിക്കാ സ്ഥിതി ചെയ്യുക. ഒരു നാൾ ശ്രീഹരി പിന്നെ പാലാഴിയിൽ ശയനം ശയിക്കുന്നതായ അവസരത്തിൽ പാലാഴിയിൽ പിന്നെ
ദുഗ്ധമഹോദധീങ്കൽ അഹിപ്രമുഖ്യ പര്യങ്കതലത്തിൽ. ഒരു നാൾ ഹരി പാലാഴിയിൽ അഹിപ്രമുഖ്യ പര്യങ്കതലത്തിൽ മുഖ്യ പര്യങ്കതലത്തിൽ പാലാഴിയിൽ ഹരിപ്രമുഖ്യ പര്യങ്കതലത്തിൽ ദുഗ്ധമഹോദധീങ്കലെ എന്ന് വേണമെങ്കിൽ പറയാം, വിരോധമില്ല. അർത്ഥയോജന ശരിയാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദുഗ്ധമഹോദധീങ്കലെ അഹിപ്രമുഖ്യ പര്യങ്കതലം എന്ന് അർത്ഥം പറയാം. അങ്ങനെ പറയണ്ടേ? ഓ അങ്ങനെ പറയില്ല, കുറെ കൂടി ഭംഗി വരും. അതായിക്കോട്ടെ, പറയാം. അങ്ങനെ കിടക്കുമ്പോൾ പിന്നെ പരമേശ്വരന്റെ നൃത്തത്തിന്റെ ആ ആനന്ദം ഇയാൾ അറിയുന്നു അർത്ഥം. അദ്ദേഹത്തിനുള്ളതാ, അവർക്കൊക്കെ അങ്ങനെ ദൂരത്ത് കാണാനും അറിയാനും കഴിയുമല്ലോ. പരമേശ്വരന്റെ നൃത്തത്തിൽ ലയിച്ചു പോയി. വിഷ്ണു അശയിച്ചു. അപ്പോ ആ ചിന്ത കൊണ്ട് ഈ ശയനസ്ഥലം ആരാണ്? അനന്തനാണല്ലോ. അദ്ദേഹത്തിന് കനം കുറച്ച് കൂടി എന്നർത്ഥം. അദ്ദേഹത്തിന് ഘനം കുറച്ച് കൂടി, സ്വതവേയുള്ള ഘനമല്ല ഉള്ളത്, കുറച്ച് കൂടി. ആ കൂടിയ കാരണത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുക. സാനന്ദം ഭോഗിതൽപേ വസതി മുരരിപൗ ചിന്തയാ പന്നകേശ. ഇതിപ്പോ പറയും. ശ്രീകാന്തം സമ്പ്രതി ത്വത്തനുഭരണ വിധൗ വിദ്യതേതീവ ഭാരഃ കോ ഹേതുസ്തസ്യ ഭാരസ്യ തുവദ ഭഗവൻ അസ്മ്യഹം ഭഗ്നദേഹസ്തച്ഛ്രുത്വോ വാച വിഷ്ണു ഫണിവരമഗജാകാന്തരാസ്യം രഹസ്യം. സാനന്ദം ഭോഗിതൽപേ സാനന്ദം ഭോഗിതൽപേ വസതി മുരരിവൗ ഭോഗിതൽപേ ചിന്തയാ സാനന്ദം വസതി ശ്രീകാന്തം സമ്പ്രതി ത്വത്തനുഭരണ വിധൗ അതീവ ഭാരഃ വിദ്യതേ കഃ ഹേതുഃ തസ്യാ ഭാരസ്യ ഹേതു കഃ ത്വം വദ. അഹം ഭഗ്നദേഹഃ അസ്മി വിഷ്ണുഃ തത് ശ്രുത്വാ ഫണിവരം രഹസ്യം അഗജാകാന്തരാസ്യം ഉവാച. മുരരിവും ഭോഗിതൽപ്പത്തിങ്കൽ ചിന്തയോടുകൂടാ സാനന്ദമാകും വണ്ണം വസന്നായിരിക്കും നേരത്ത് മുരരിവോ ഭോഗിതൽപേ ചിന്തയാ സാനന്ദം വസതീയം. മുരരിവോ ഭോഗിതൽപ്പത്തിങ്കൽ ചിന്തയോടുകൂടാ സാനന്ദമാകും വണ്ണം വസന്നായിരിക്കും സമയത്തിങ്കൽ പന്നകേശൻ ശ്രീകാന്തനോട് ഇപ്പോൾ ത്വത്തനുഭരണ വിധിയിങ്കൽ ഏറ്റവും ഭാരം വേദിക്കപ്പെടുന്നു. ഹേതു എന്താകുന്നു? വല്ലയോ ഭഗവാനെ വധിച്ചാലും വിഷ്ണു അതിനെ ശവിച്ചിട്ട് ഫണിവരനോട് രഹസ്യമായിരിക്കുന്ന അഗജാകാന്തലാസ്യത്തെ വചിച്ചു. മുരരിവൂ മഹാവിഷ്ണു ഭോഗിതൽപ്പം ഭോഗിയാകുന്ന തൽപ്പം ഭോഗി സർപ്പം ശയനം ചിന്ത ആലോചന സാനന്ദം ആനന്ദത്തോടു കൂടും വണ്ണം വസൻ വസിക്കുന്നവൻ വസിച്ചുകൊണ്ടിരിക്കുന്നവൻ ശ്രീകാന്തൻ പന്നകേശൻ ശ്രീഅനന്തൻ ശ്രീകാന്തൻ ശ്രീനാരായണൻ തൊത്തനുഭരണവിധി അങ്ങയുടെ തനുവിൻ്റെ ഭരണവിധി തനൂശരീരം ഭരണവിധി ഭരണകൃത്യം ഭാരം ഘനം വേദിക്കാറിയുക. ഭഗ്നദേഹം ക്ഷീണിച്ച മനസ്സോടുകൂടിയവൻ സംഭവിക്കാം. വിഷ്ണു ശ്രീനാരായണൻ അത് ആ ചോദ്യം കേൾക്കുക. ഫണിവരൻ ശ്രീഅനന്തൻ രഹസ്യം ഗൂഢമായിട്ടുള്ളത് അഗജാകാന്തലാസ്യം അഗജാകാന്തൻ്റെ ലാസ്യം അഗജാകാന്തൻ ശ്രീപരമേശ്വരൻ ലാസ്യം നൃത്തം വചിക്കാ പറയുക.
ഈ അഗജാകാന്തലാസ്യം അല്ലേ? അഗജാകാന്തന്റെ ലാസ്യം അല്ലേ? അഗജ പാർവതി അല്ലേ? അഗസ് എങ്ങനെയാ വിഗ്രഹിക്കുക? അഗാത് ജായതേ ഇതി അഗജ. അഗാത് അകം പർവ്വതം. അഗാത് ജായതേ ഇത് അഗജ. പിന്നെ അഗാത് എന്നുള്ളത് പഞ്ചമി അല്ലേ? പഞ്ചമി ഏതർത്ഥത്തില്? അപാദാനാർത്ഥത്തില്. അപാദാനാർത്ഥത്തിൽ അല്ലേ? അപാദാനം തന്നെ അല്ലേ? അപാദാനം അങ്ങനെ ഒരു സൂത്രമില്ലേ അപാദാനത്തിന്? അപാദാനേ പഞ്ചമി. അതെ അല്ല, അപാദാനേ പഞ്ചമി. അതിനു മുമ്പൊരു സൂത്രമില്ലേ? ധ്രുവമപായേ അപാദാനം അല്ലേ? അപായോ വിശ്ലേഷ. അഗജാകാന്തൻ അഗജായാ കാന്ത അല്ലേ? അല്ല, അഗജ നിങ്ങളിപ്പോ അഗജയാണ് പിന്നെ വിഗ്രഹിച്ചത്. അപ്പോൾ അഗാത് ജാത ജായതേ ഇതി അങ്ങനെ തന്നെ. അപ്പോ അപാദാനമാണല്ലോ. അതിൻ്റെതാണല്ലോ ധ്രുവം അപായേ അപാദാനം. ധ്രുവം അപായോ വിശ്ലേഷ. വേർപാട്. അതെ, വേർപാട്. വേർപാടിൽ പിന്നെ അകൽച്ചയിൽ അകലാതെ നിൽക്കുന്നതായ കാരകം, അതിൽ നിന്നാണ് പഞ്ചമി വരിക. അകൽച്ചയിൽ അകലാതെ നിൽക്കുന്ന കാരകത്തിൽ നിന്നാണ് പഞ്ചമി വരിക. ഇവിടെ അകൽച്ചയിൽ അകലാതെ നിൽക്കുന്ന അല്ലേ? ധ്രുവം അപായേ അപായോ വിശ്ലേഷ. അതല്ലേ വൃത്തി. അകൽച്ചയിൽ അകലാതെ നിൽക്കുന്ന. ഇപ്പൊ ഗ്രാമാദായാദി അല്ലേ? ഗ്രാമത്തിൽ നിന്ന് വരുന്നു അങ്ങനല്ലേ? അശ്വാത് പതതി. അശ്വാത് പതതി. അശ്വത്തിൽ നിന്ന്, കുതിരയുടെ പുറത്ത് നിന്ന് വീഴുന്നു. അവിടെ വിശ്ലേഷം തന്നെയാണ്. അതെ, അശ്വത്തിൽ നിന്ന്, അശ്വത്തിന്റെ പുറത്ത് കയറിയിട്ടുള്ള ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഇവിടെ അകൽച്ച ഏതിൽ നിന്നാണോ പറഞ്ഞേക്ക, ഏതിൽ നിന്നാണോ വീഴുന്നത് അതിൽ, അതാണ് പഞ്ചവിക. പഞ്ചവിക അതാണ് അടിസ്ഥാനം. അടിസ്ഥാനം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ വൃക്ഷം ത്യജതി ഖഗഃ. വൃക്ഷം ത്യജതി ഖഗഃ. ത്യജതി. അതെ, ത്യജതി. ഇവിടെ ഉണ്ടല്ലോ അകൽച്ച. അങ്ങനെയാണെങ്കിൽ വൃക്ഷാതെന്ന് വേണ്ടേ? അവിടെ വേണ്ടേ? അവിടെ അകൽച്ച ഉണ്ടല്ലോ. പക്ഷി വൃക്ഷത്തെ ത്യജിക്കുന്നു. അതെ, അവിടെ വൃക്ഷം അപാദാനമല്ലേ? അകൽച്ചയിൽ അവിടെ അപാദാനം വിവക്ഷിക്കുന്നില്ല. അകൽച്ചയിൽ അകലാതെ നിൽക്കുന്ന കാരകമാണ് വിവക്ഷിക്കുന്നിടത്തേലും. അല്ല, അകൽച്ചയിൽ അകലാതെ നിൽക്കുന്ന കാരകമാണല്ലോ അപാദാനം. ഇവിടെ വൃക്ഷം, പക്ഷി വൃക്ഷത്തിൽ നിന്ന് അകലുന്നു. വൃക്ഷം ത്യജതി ഖഗഃ. പക്ഷി, അതെ, വൃക്ഷത്തിലുള്ളതായ പക്ഷി പറന്നു പോകുമ്പോഴാണ് പറയുന്നത്. വൃക്ഷ വൃക്ഷ എന്താ പറഞ്ഞത്? വൃക്ഷം ത്യജതി ഖഗഃ. പക്ഷി വൃക്ഷത്തെ ത്യജിക്കുന്നു. അതെ, അവിടെ മരത്തിന്റെ മേലെ ഇരുന്ന പക്ഷി പാറി പോകുന്നു. പക്ഷെ ഇവിടെ അപാദാനം വിവക്ഷിക്കുന്നില്ല. വിവക്ഷിക്കുന്നതിലുള്ളൂ. അവിടെ ഉണ്ടല്ലോ ഇത്. ഉണ്ടെങ്കിൽ വിവക്ഷിക്കണ്ടേ? ഇപ്പോ പറയുന്ന ആളുടെ മനസ്സിൽ ഈ വിവക്ഷ ഉണ്ടെങ്കിൽ അങ്ങനെ പറയണമെന്ന് തോന്നിയാലേ പറയുള്ളൂ. വിവക്ഷയല്ലോ അവിടെ പ്രധാനം. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് അല്ലെ? അധ്യക്ഷൻ ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്നത്. അല്ലെ, എന്റെ ചോദ്യം മനസ്സിലായി സർ. അകൽച്ചയിൽ അകലാതെ നിൽക്കുന്ന കാരകത്തിൽ നിന്നാണ് പഞ്ചമി വരിക. ഇപ്പൊ ഗ്രാമാദായാദി ദേവദത്തഃ. ദേവദത്തൻ ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഇവിടെ ഗ്രാമത്തിന് ഒരു ചലനമൊന്നുമില്ല. ചലനമാർക്ക്? ഗ്രാമത്തിൽ നിന്നാണ് വേർപാട് സംഭവിക്കുന്നത്. ഏതിൽ നിന്നാണോ വേർപാട് സംഭവിക്കുന്നത് ആ വേർപാട് സംഭവിക്കുന്നതായ വസ്തുവിൽ നിന്ന് പഞ്ചമി വരണം എന്നാണ് ന്യായം. വരണം, അതാണ് ശരിയായ ന്യായം. അതാണ് ധ്രുവം അപായേ അപാദാനം. ധ്രുവം സ്ഥിരം, അപായോ വിശ്ലേഷ. ആ വിശ്ലേഷം, അപായോ വിശ്ലേഷ. അവിടെ ഇപ്പൊ അകൽച്ചയിൽ അകലാതെ നിൽക്കുന്ന കാരകത്തിൽ നിന്നാണ് പഞ്ചമി വരണം. അതെ, വൃക്ഷം ഖഗഃ ത്യജതി എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് പഞ്ചമി വന്നില്ല?
അങ്ങ് പറയുന്നത്. അതെ. അപാദാനം വിവക്ഷിച്ചിട്ടില്ല. അപാദാനം വിവക്ഷിക്കുമെങ്കിലേ പഞ്ചമി വരുള്ളൂ, ഉറപ്പാണ്. അവിടെ വൃക്ഷം എന്നത് ത്യജതി എന്ന ധാതുവിന്റെ അർത്ഥമാണ്. വൃക്ഷം എന്നത് ത്യജതി എന്ന ധാതുവിന്റെ അർത്ഥമാണ്. ധാതുവിന്റെ ഫലം ആയ ഫലമല്ലേ അത്? ത്യാഗത്തിന് ആശ്രയം എന്താ? വൃക്ഷമല്ലേ? അതെ. ത്യാഗം എന്ന ഫലത്തിന് ആശ്രയം എന്താ? വൃക്ഷമല്ലേ? അതെ. ഇവിടെ ത്യജതി എന്ന ധാതുവിന്റെ ഫലമാണ് വൃക്ഷം എന്നത്. ധാതുവിന്റെ അർത്ഥമാണ് വൃക്ഷം എന്നത്. പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പൊ ധ്രുവം അപായേ അപാദാനം, അത് വ്യക്തമായില്ലേ? ധ്രുവമാണ് അപാദാനം. ധ്രുവം എന്ന് പറഞ്ഞാൽ അവധിഭൂതമായ വസ്തുവാണ് ധ്രുവം. അതെ. ഈ ധ്രുവത്തെയാണ് അപാദാനം എന്ന് പറയാ. എപ്പോഴാണ് ധ്രുവം അപാദാനമാകുന്നത്? അപായേ, അപായം സംഭവിക്കുമ്പോൾ. അപായം സംഭവിക്കുക എന്ന് പറഞ്ഞാലോ വേർപാട് സംഭവിക്കുമ്പോൾ. വേർപാട് സംഭവിക്കുമ്പോൾ വേർപെടാത്ത വസ്തു ഏതാണോ അതാണ് ധ്രുവം. ആ ധ്രുവത്തിനാണ് സാധാരണ അപാദാനം എന്ന് പറയാം. പർവ്വതത്തിൽ നിന്ന് നദി ഒഴുകുന്നു. പർവ്വതത്തിലാണ് നദി ഇത്രയും നേരം ഉണ്ടായിരുന്നത്. ഇത്രയും നേരം പർവ്വതത്തിലുണ്ടായിരുന്ന നദി ആ പർവ്വതത്തെ വേർപെട്ട് പുറത്തേക്ക് പോകുന്നു. പർവ്വതം അവിടെ തന്നെ നിൽക്കുന്നു. സ്ഥിരമായി നിൽക്കുന്നത് പർവ്വതം, വേർപെടുന്നത് നദി. ആ പർവ്വതമാണ് അപാദാനം. പർവ്വതത്തിലാണ് പഞ്ചമി വരിക. പർവ്വതാത് നദീ പ്രവഹതി എന്ന് കിട്ടി. ഇതാണ് സാധാരണ അപാദാനത്തിന്റെ സ്വഭാവം. ഇവിടെ ഇദ്ദേഹം ചോദിച്ചത് ഖഗഃ പക്ഷി വൃക്ഷം ത്യജതി. ഖഗഃ വൃക്ഷം ത്യജതി, പക്ഷി വൃക്ഷത്തെ ത്യജിക്കുന്നു. ഇവിടെ വൃക്ഷത്തെ ത്യജിക്കുന്നു എന്ന് പറയുമ്പോൾ വൃക്ഷത്തിൽ നിന്നുള്ള ഒരു ത്യാഗം പക്ഷിക്ക് ഉണ്ടല്ലോ, വേർപാട് ഉണ്ടല്ലോ. അപ്പോ ഈ വൃക്ഷം ധ്രുവമല്ലേ അപാദാനമല്ലേ എന്നാണ് ചോദ്യം. അപ്പൊ അദ്ദേഹം അതിന് സമാധാനവും പറയുന്നത് അവിടെ അപാദാനം അല്ല, അപാദാനം വിവക്ഷിക്കുന്നില്ല എന്നല്ല, അപാദാനം അവിടെ ഇല്ല. അവിടെ കർമ്മമാണ് ഉള്ളത്. കർമ്മണി ദ്വിതീയാണ് അവിടെ വന്നത്. എന്തുകൊണ്ട് അപാദാനം ഇല്ല പറയുന്നത്? എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാല് ഈ ത്യജ് എന്ന ക്രിയയുടെ ഫലമാണ് ഫലാശ്രയം കർമ്മ വ്യാപാരാശ്രയ കർത്ത. അങ്ങനെ പറഞ്ഞിട്ടാണ്. വ്യാപാരാശ്രയ കർത്ത, ഫലാശ്രയം ഫലവ്യാപാരയോഹോ ധാതു. ധാതുവിന് രണ്ടർത്ഥമുണ്ട്, ഫലാർത്ഥമുണ്ട് വ്യാപാരാർത്ഥമുണ്ട്. ഫലാശ്രയം കർമ്മനിഷ്ഠം ഭവതി, വ്യാപാരാശ്രയം കർത്തൃനിഷ്ഠം ഭവതി. ത്യജനക്രിയായാം ത്യജിക്കുക എന്ന വ്യാപാരം ആരിലാണ് ഉള്ളത്? പക്ഷിയിലാണ്. പക്ഷിയാണ് ത്യജിക്കുന്നത്. ഇപ്പൊ ത്യജിക്കുക എന്ന വ്യാപാരം കർത്തൃനിഷ്ഠമായിട്ട് പക്ഷിയിലേക്കും, ത്യജിക്കപ്പെടുന്നത് ഏതാണ്? വൃക്ഷമാണ്. ത്യജിക്കപ്പെടുന്നത് വൃക്ഷമാണ്. അപ്പൊ ഫലം ആശ്രയിക്കുന്നത് വൃക്ഷത്തെയുമാണ്. അതുകൊണ്ട് ഫലാശ്രയം കൊണ്ട് കർമ്മം കിട്ടും. അവിടെ അപാദാനം വേണ്ട. നാത്വാതയോരിപ്സിതമബ്ജയോനിഃ തദൈവ തൗ സമ്യഗുവാചമന്ദം തില്ലാഭിദം കാനനമിത്യതീവ്രം തപശ്ചരേദം ശിവപാദഭക്ര്യാ. നാത്വാ തയോഃ ഈപ്സിതം അബ്ജയോനിഃ തദാ ഏവ തൗ സമ്യക് ഉവാച മന്ദം തില്വാഭിദം കാനനം ഏത്യ തീവ്രം തപഃ ചരേദം ശിവപാദഭക്ര്യാ.
അബ്ജയോനിഃ തയോഃ ഈപ്സിതം ജ്ഞാത്വാ തദാ ഏവ തൗ സമ്യക് ഉവാച മന്ദം ഉവാച തില്ലാഭിതം കാനനം ഏത്യ തീവ്രം തപഃ ചരേദം ആം അബ്ജയോനി അവരുടെ ഈപ്സിതത്തെ അറിഞ്ഞിട്ട് അപ്പോൾ തന്നെ വളരെ വളരെ പതുക്കെ നല്ല പോലെ വചിച്ചു. തില്ലാഭിതമായിരിക്കുന്ന കാനനത്തെ പ്രാപിച്ചിട്ട് ശിവപാദഭക്തിയോടെ തപസ്സിനെ ചരിച്ചാലും അബ്ജയോനി ബ്രഹ്മാവ് അവര് വ്യാഘ്ര പതഞ്ജലിമാർ മഹർഷിമാര് ഈപ്സിതം ആഗ്രഹം വചിക്കാ പറയുക. തില്ലാഭിതം തില്ല എന്ന അഭിതയോടുകൂടിയത്, അഭിതാ പേര്, കാനനം കാട്, പ്രാപിക്കാഗമിക്കാം, തീവ്രം കഠിനം തപസ് തപകർമ്മം ചെയ്യുക, അനുഷ്ഠിക്കാം. അധ സരസിജയോനേരാത്മജൗ താപസേശൗ ശിവപദമനിശന്തൗ ചിന്തയന്തൗ ചരന്തൗ തടവിലസിതനാനാഭൂരുഹേർ ഭാസമാനം ദദൃശദുരുപഗണ്ഠേ വാഹിനി മേഘവേണീ അഥ സരസിജയോനേഃ ആത്മജൗ താപസേശൗ സുരപം ശിവപദം അനിശം തൗ ചിന്തയന്തൗ ചരന്തൗ തടവിലസിതനാനാഭൂരുഹൈഃ ഭാസമാനം ദദൃശതു ഉപഗണ്ഠേ വാഹിനിം ഏകവേണിം ആം അഥ സരസിജയോനേ ആത്മജൗ താപസേശൗ ശിവപദം അനിശം ചിന്തയന്തൗ ചരന്തൗ താപസേശൗ തടവിലസിതനാനാഭൂരുഹൈഃ